നമസ്കാരം. കൊല്ലപ്പെട്ട 3.5 വയസ്സുകാരി പീഡന വിവരം അമ്മയോട് പറഞ്ഞിരുന്നുവെന്ന് പ്രതിയുടെ മൊഴി. അമ്മ ഇക്കാര്യം ദേഷ്യത്തോടെ ചോദിച്ച് തല്ലിയെന്നും പ്രതി പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ട്. യുവതി പീഡന വിവരം മറ്റാരെയും അറിയിച്ചിട്ടില്ലെന്നാണ് പ്രതി വിശ്വസിച്ചിരുന്നത്. എന്നാൽ മകൾ പീഡനത്തിനിരയായ വിവരം യുവതി ആരെയെങ്കിലും അറിയിച്ചിരുന്നോ എന്ന കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. മരിക്കുന്നതിന് തലേ ദിവസവും കുട്ടി പീഡനത്തിന് ഇരയായിട്ടുണ്ട്. തൊട്ടടുത്ത വീടുകളിലാണ് ഇവർ താമസിക്കുന്നത്. എറണാകുളം റൂറൽ SP PM ഹേമലതയാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചത്. കിട്ടിയ വിവരങ്ങളിൽ അതിവേഗ നീക്കങ്ങളിലൂടെ SP സ്ഥിരീകരണം നടത്തുകയായിരുന്നു. ഈ നീക്കമാണ് 3 വയസ്സുകാരിയുടെ മരണത്തിലെ ദുരൂഹത വ്യക്തമാക്കിയത്. അച്ഛന്റെ ഇളയ അനുജനായതിനാൽ ആരും സംശയിച്ചില്ല. 1.5 വർഷത്തോളം ഇയാൾ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം. അമ്മയുടെ മൊഴി തന്നെയാണ് കേസിൽ നിർണായകമായത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഉടൻ തന്നെ കുട്ടി പീഡനത്തിനിരയായ വിവരം ഡോക്ടർ റൂറൽ SPയെ അറിയിച്ചിരുന്നു. അദ്ദേഹം ഉടൻ തന്നെ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലെത്തി കുട്ടിയുടെ അമ്മയെ ചോദ്യം ചെയ്തിരുന്നു. ഒരാളെയായിരുന്നു കുഞ്ഞിന് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് യുവതി പറഞ്ഞിരുന്നു. പ്രിയം എന്ന വാക്ക് ഇഴകീറി പരിശോധിച്ചതോടെയാണ് സത്യം തെളിഞ്ഞത്. ഇതോടെ അച്ഛൻ്റെ 2 സഹോദരന്മാരെയും ചോദ്യം ചെയ്തു. പിന്നാലെ ഇളയ സഹോദരനാണെന്ന് തെളിഞ്ഞു. മൂന്നാമൻ ആദ്യം കുറ്റം സമ്മതിച്ചില്ല. തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തതോടെ തനിക്കൊരു അബദ്ധം പറ്റിപ്പോയെന്ന് പ്രതി പറയുകയായിരുന്നു. പീഡനവും കുഞ്ഞിന്റെ കൊലപാതകവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന സംശയം ശക്തമാണ്. കാക്കനാട് ജില്ലാ ജയിലിലുള്ള അമ്മയെ കസ്റ്റഡിയിൽ കിട്ടി ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യങ്ങളിൽ വ്യക്തത വരൂ. കുട്ടിയെ കാണാതായി തിരച്ചിൽ നടത്തുന്ന സമയം സ്ഥലത്തെത്തിയ ഭർത്താവിനോട് "എന്റെ കുഞ്ഞിനെ കൊന്നില്ലേ, ഇനി എന്നെയും കൊല്ലാനാണോ വന്നത്" എന്ന് കുട്ടിയുടെ അമ്മ ചോദിച്ചിരുന്നു എന്ന വിവരമുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടിയെ കൊലപ്പെടുത്തിയതും പീഡനവുമായി ബന്ധമുണ്ടോ എന്നതാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇതിനായി ഫോൺ രേഖകളടക്കം വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കും. കുട്ടി പീഡിപ്പിക്കപ്പെട്ട വിവരം കുട്ടിയുടെ അച്ഛനോട് പറഞ്ഞോ എന്നും സംശയമുണ്ട്. അമ്മയെ എല്ലാ അർത്ഥത്തിലും അച്ഛൻ തള്ളി പറഞ്ഞിരുന്നു. ഇത് സഹോദരനെ രക്ഷിക്കാനുള്ള തിടുക്കമായി കരുതുന്നുണ്ട്. തിങ്കളാഴ്ച വൈകിട്ടാണ് ഭർത്തൃവീടിന്റെ സമീപത്തുള്ള അങ്കണവാടിയിൽ നിന്ന് കുട്ടിയുമായി അമ്മ സ്വന്തം നാടായ ആലുവ കുറുമശ്ശേരിയിലേക്ക് തിരിക്കുന്നതും വഴിക്ക് വച്ച് കുട്ടിയെ മുഴിക്കുളം പാലത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തുന്നതും. കുട്ടിയുമായി അന്ന് വൈകിട്ട് അമ്മ ആലുവ മണപ്പുറത്തും എത്തിയിരുന്നു. വൈകിട്ട് 7 മണിയോടെ തനിച്ച് വീട്ടിൽ വന്ന് കയറിയപ്പോൾ ആദ്യം പരസ്പര വിരുദ്ധമായി സംസാരിച്ചിരുന്ന അമ്മ പിന്നീടാണ് മുഴിക്കുളം പാലത്തിൽ നിന്ന് കുട്ടിയെ താഴേക്കിട്ടു എന്ന് വെളിപ്പെടുത്തിയത്. പിറ്റേന്ന് 2:20ഓടെയാണ് കുട്ടിയുടെ മൃതദേഹം ചാലക്കുടി പുഴയിൽ നിന്ന് കണ്ടെടുത്തത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി പീഡനത്തിന് ഇരയായെന്ന വിവരം പുറത്തു വന്നതോടെയാണ് അന്വേഷണം മറ്റുള്ളവരിലേക്ക് നീണ്ടതും പിതാവിന്റെ സഹോദരൻ അറസ്റ്റിലായതും. 3 വയസ്സുകാരിയെ പുഴയിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൊല ചെയ്യാനുള്ള അമ്മയുടെ പ്രേരണ മനസ്സിലായിട്ടില്ലെന്ന് ആലുവ റൂറൽ SP M ഹേമലത സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനിയും ചോദ്യം ചെയ്യാനുണ്ട്. കൂടുതൽ പ്രതികളുണ്ടോ എന്ന് പരിശോധിക്കണം. അതേസമയം അമ്മ സഹകരിക്കുന്നുണ്ട്, കുറ്റം സമ്മതിക്കുന്നുണ്ട്, എന്നാൽ വ്യക്തതയില്ലെന്നും ചെങ്ങമനാട് സ്റ്റേഷനിൽ എത്തിയ റൂറൽ SP പ്രതികരിച്ചിരുന്നു. തിങ്കളാഴ്ച വൈകുന്നേരം 3 മണിയോടെയാണ് കുഞ്ഞിനെ കാണാതായത്.